ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഗാർഡൻ ഒന്ന് കണ്ടിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് തോരനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നാടൻ കറികളും നാടൻ തോരനും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ഈ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു വാഴക്കൂമ്പൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കൂമ്പ് വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പയർ വേവിച്ച് വെക്കേണ്ടതുണ്ട് ഇത് തോരൻ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ മുമ്പ് കുറച്ച് പയർ കഴുകി കുതിർത്ത് വെച്ചതാണിത്. ഇത് ചുമന്ന പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വൻപയർ. നമുക്ക് ഏത് പയർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇത് കുതിർന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് 1 കപ്പ് പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ 1 കപ്പ് പയർ ഇടണ്ട. നമ്മൾക്ക് കുക്കറിലിട്ടതൊന്ന് വേവിച്ചെടുക്കാം. അതിൽ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൂമ്പ് റെഡിയാക്കിയെടുക്കാം. കൂമ്പിൻ്റെ ഈ വാഴക്കൂമ്പിൻ്റെ ആദ്യത്തെ പോളകളെല്ലാം നമ്മൾ എടുത്ത് കളയണം. എന്താണെന്ന് ചോദിച്ചാൽ അത് കൊള്ളില്ല നമുക്ക് തോരൻ വെക്കാനായിട്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഹാർഡായിട്ടുള്ള പോളകളെല്ലാം നമ്മൾ എടുത്ത് ആദ്യം കളയുന്നു. കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ, എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ അതിൻ്റെ പുറത്തെ പോളകളെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെടുക്കാം. ഈ ഭാഗം നമുക്ക് വേണ്ട, ഇത് നമുക്ക് എടുത്ത് കളയാം. ഇതിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എടുക്കാം. നമുക്കിതൊന്ന് കൊത്തി എടുത്തിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ അരിയാം വാക്കുള്ളവർക്ക്. ഞാൻ പക്ഷെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിയുന്നത്. എനിക്ക് കൂടുതലും വാക്ക് ഈ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാനാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ കൂമ്പിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ സീസണിൽ നമ്മുടെ തൊടിയിലൊക്കെ നമുക്കിതുപോലെ ധാരാളം സാധനങ്ങൾ കിട്ടും കറി വയ്ക്കാനായിട്ട്. വാഴക്കൂമ്പ്, മത്തങ്ങ, മത്തയില, മുരിങ്ങയില. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കറികളിൽ ഓരോ വെറൈറ്റി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പുതുമയാർന്ന കറികൾ കഴിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ ഇത് കൂമ്പ് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു വാഴയിലയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വല പോലെ ഒരു സാധനമുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമുക്ക് ആ വലയൊക്കെ എടുത്ത് കളയണം. കാരണം നമ്മൾ ആ വല ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ വെച്ചാൽ ശരിയാകില്ല. അത് നമുക്ക് കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലും തടവി വാഴക്കൂമ്പിലും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിലിട്ടിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതുപോലെ ഒന്ന് കശക്കി കൊടുക്കണം. അപ്പോൾ അത് അവിടെയെല്ലാം നമുക്ക് വേർതിരിച്ച് കിട്ടും. അതെല്ലാം മാറ്റി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട്. കുക്കറിൽ വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വാഴക്കൂമ്പ് ഇതുപോലെ വലയൊക്കെ കളഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ തോരനിലേക്ക് നാളികേരം ചതയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നാളികേരം പൊട്ടിച്ച് ചിരകിയെടുത്ത് അത് നമുക്ക് തോരനിലേക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം. അപ്പം ഞാൻ കുറച്ച് നാളികേരം ഇവിടെ ചിരകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാളികേരം ഞാനിപ്പോൾ 1 കപ്പ് നാളികേരം ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. 3-4 വെളുത്തുള്ളിയും അല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നതിൽ. കാന്താരിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കുത്തരിയാണ്. നമ്മൾ ചോറ് വയ്ക്കുന്ന ചുമന്ന അരി.
അത് ഇതിലിട്ട് ഒന്ന് മൊരിച്ച് എടുത്തു കഴിയുമ്പോൾ ഈ തോരന് ഒരു പ്രത്യേക ഒരു സ്വാദാണ്. അത് നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ്. ചില തോരനൊക്കെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ അരിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിഞ്ഞ് ഒരു ശബ്ദം കേൾക്കാം പൊട്ടി വരുമ്പോൾ. പിന്നീട് നമുക്ക് കറിവേപ്പിലയും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി അരിഞ്ഞതുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുത്തിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ കാന്താരി മുളക് അരച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് എടുത്ത് വെച്ചതാണത്. കുറച്ച് ഉപ്പും ഇട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ അത് അടച്ച് വെച്ച് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പയറും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, അരപ്പിന് മുകളിലേക്ക്. പിന്നെ ഇനിയും നമുക്ക് ഉപ്പ്, ആദ്യം നമ്മൾ ഈ പയറിൽ ഉപ്പിടാതാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് ഉപ്പ്, അതിന് ആവശ്യമായ ഉപ്പും കൂടെ ആദ്യം നമ്മൾ വാഴക്കൂമ്പിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ പയറും അരപ്പും എല്ലാം കൂടെ ഒന്ന് ആവി കയറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദാണ്. ഇതിന് ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ തോരൻ റെഡിയാണ്. നല്ലൊരു ബ്രൗൺ കളറിലാണ് ഈ തോരൻ്റെ കളർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ ബൈ.